കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ. നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. നമ്മുടെ ആനീസ് കിച്ചൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ വിശ്വാസംസകളും. കഴിഞ്ഞ ഓണത്തിന് എനിക്കൊരു ഗിഫ്റ്റ് അനൂപും വൈഫും കൂടെ തന്നായിരുന്നു. അതേപോലെ ഈ വിഷുവിന് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന 2 അനിയത്തിമാരുണ്ട് എനിക്ക്. ഒന്ന് മാംഗ്ലൂരിലും ഒന്ന് ട്രിവാൻഡ്രത്തും. അപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന അനിയത്തി ശ്യാമ എനിക്ക് തന്ന ഡ്രസ്സാണ്. ചേച്ചി വിഷുവിന് ഇത് ഇടണം എന്ന് പറഞ്ഞിട്ട് മൗള് മേടിച്ച് തന്ന സാരിയാണ് ഞാനിന്ന് ഉടുത്തത്. അപ്പം അവൾ കാണുവാണെങ്കിൽ ശരിക്കും ഞാൻ പ്രൂവ് ചെയ്തു, തന്ന വാക്ക് ഞാൻ പാലിച്ചു കഴിഞ്ഞു. പിന്നെ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചൻ്റെ റെസിപ്പി എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്ന വിഷുക്കട്ടയില്ലേ, നമ്മൾ ചെയ്തിട്ടേ ഇല്ല. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വിഷു വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കട്ടെ. പക്ഷേ ഇന്ന് വിഷുക്കട്ട ഭയങ്കര ട്രഡീഷണൽ വേയിലല്ല ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു നമ്മുടേതായ ട്വിസ്റ്റ്. അതായത് ട്രഡീഷണൽ വേ എന്ന് പറയുമ്പോഴത്തേക്ക് വിഷുക്കട്ട എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെമ്പാപ്പച്ചരി, അതായത് ചെമ്പാപ്പച്ചരി എന്ന് ഒരു നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ പറയും, ചിലയിടത്ത് പുഴുക്കലരി പറയും. ഏതായാലും നമ്മുടെ അരി എങ്ങനത്തെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അറിയാലോ ഓരോ നാട്ടിൽ ഏത് ഭാഷ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. ഈ ചെമ്പാപ്പച്ചരി 3 തേങ്ങാപ്പാലിൽ വേവിക്കുക ചെയ്യുക. അപ്പോൾ 1-ാം പാൽ, 3-ാം പാൽ ഒഴിക്കും, 2-ാം പാൽ ഒഴിക്കും, പിന്നെ 3-ാം പാൽ ഒഴിക്കും. ഈ 3-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് നല്ല പച്ച തേങ്ങയുണ്ടല്ലോ, അതാ ഏറ്റവും സ്വാദ്. ഞാനത് നിർബന്ധമായി പറയത്തില്ല, കാര്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും എല്ലാം അതായത് ലഭ്യമാവണമെന്നില്ല. പക്ഷെ വിഷു അടുപ്പിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും പച്ചത്തേങ്ങ ഒരെണ്ണമെങ്കിലും കാണും. അപ്പം എന്നാ പറയുക, ആ പച്ചത്തേങ്ങ തിരുമിയത് ആ 1-ാം പാലിലോട്ടിട്ട് ജീരകം ചതച്ചിട്ട് ഇച്ചിരി ഉപ്പൂടെ ഇട്ട് നല്ല വറ്റിച്ച് നല്ലൊരു ഷേപ്പുള്ള പാത്രത്തിലേക്ക് ആക്കി ഷേപ്പാക്കി മുറിച്ചെടുക്കുക. ഇതാണ് വിഷുക്കട്ട. ഇതിൻ്റെ കൂടെ എന്നാ കഴിക്കുന്നറിയോ, ശർക്കര പാനി ഉരുക്കിയിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും കൂടി ഇട്ട് എടുക്കുന്നതാണ് ദ റിയൽ എന്താ പറയുക വിഷുക്കട്ടയും അതിൻ്റെ പാനിയും കൂടെ ചേർത്ത് കഴിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളൊരു മൊത്തം ഒരു വ്യത്യാസമാക്കാൻ പോവാ. പിന്നെ വ്യത്യാസമാക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയരുത് ഇതൊന്നും അല്ല വിഷുക്കട്ട എന്ന് പറയരുത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലേ കുറച്ചൊന്നൊരു ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ പറയുക. എന്നാൽ അത് കുളവാക്കാതിരുന്നാൽ പോരെ, നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മധുരമൊക്കെ ചേർത്ത് നമുക്കൊരു വിഷുക്കട്ട ചെയ്ത് നോക്കിയാലോ, ഒരു പരീക്ഷണം അല്ലേ. എന്നാലും നല്ലതായിരിക്കും, അതോ എനിക്ക് ഉറപ്പാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ? ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാതെ എങ്ങനെ ചെയ്യാനാ അല്ലേ. പിന്നെ ഈ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ വീട്ടിലില്ലാത്ത കാര്യം വെച്ചൊന്നും പറയത്തില്ല. അല്ലേലും ഞാൻ എൻ്റെ അടുക്കളയിൽ നമ്മുടെ വീട്ടിലില്ലാത്ത കാര്യം വെച്ച് ഞാൻ ഒരു കാര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 1-2 കാര്യം ഒഴിച്ച് മാത്രം. നമുക്കിനി ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാക്കെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുറച്ച് ഞാലിപ്പൂവൻ പഴം വേണ്ടേ. ഞാലിപ്പൂവൻ പഴം ഒരു സ്ഥലത്ത് പറയും, പിന്നെ ആണെങ്കിൽ രസകദളി പറയും. ഏതായാലും അത് നമുക്കൊരു 3 എണ്ണം മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് തേന, ഒരുപാട് വേണ്ട, കുറച്ച്. ഒരുപാട് മധുരവും പാടില്ല, പക്ഷെ എന്നാൽ മധുരം വേണം താനും. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്, സാധാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന ജീരക, അത് കുറച്ച് പൊടിച്ചു വെച്ചേക്കും. ഇത് കുറച്ച് ശർക്കര പാനിയ. പിന്നെ ഉള്ളത് ചെമ്പാപ്പച്ചരി. ഇതാ ഞാൻ അരിയുടെ കാര്യം പറഞ്ഞ്, ചിലത്ത് പുഴുക്കല്ലരി, അങ്ങനെ പല ഭാഷയിൽ അറിയപ്പെടുന്നത്. അന്നേരം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത് പറയുന്നത് ചെമ്പാപ്പച്ചരി എന്നാ. പിന്നെ ഉള്ളത് ഒരിച്ചിരി നെയ്യ് ഒരുപാട് വേണ്ട, കുറച്ച്. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്കാപ്പൊടി. ഇത് കുറച്ച് പശുമ്പാല. അതല്ലാതെ തേങ്ങാപ്പാലും ഞാൻ ചേർക്കുന്നുണ്ട്. പശുമ്പാലും മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാൽ മാത്രമാണെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചാലും മതി. ഏതാ നമ്മുടെ സൗകര്യം പോലെ. പിന്നെ ഇതൊരു നല്ല പച്ച തേങ്ങ തിരുമ്മി എടുത്തേക്കോ. എത്ര വേണ്ട, പക്ഷെ എന്നാലും ഞാനൊരു ഇച്ചിരി എടുത്തന്നേ ഉള്ളൂ.
പിന്നെ നമുക്ക് കുറച്ച് ഒന്നാം പാല്, അതായത് തേങ്ങയുടെ ഒന്നാം പാല്. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടിയത്. ഇത് ഒത്തിരി പാടുള്ള കാര്യമല്ല, പക്ഷേ വിഷുക്കട്ട ഉണ്ടാക്കുന്ന രീതി ഇതുമല്ല. ഞാൻ ഒന്നുകൂടെ പറയുക, ഞാൻ പറഞ്ഞു തന്നല്ലോ അതുപോലെ ആ വിഷുക്കട്ട ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാനിവിടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഉരുളിയിലോട്ട് ഇത്രയും പോകുന്ന എന്നാ പറയുക, അരിക്ക് ഇത്രയും വലിയ പാത്രമൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, നല്ല ഐശ്വര്യത്തോടെ നല്ല നിറച്ച് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയില്ലേ, അതിൻ്റെ അറ്റത്ത് പോലും പറ്റത്തില്ല. പക്ഷെ എന്നാലും അടി പിടിക്കാതെയൊക്കെ ഇളക്കാനും ഒക്കെ സൗകര്യത്തിന് നമുക്കൊരു ഉരുളി തന്നെയാണ് നല്ലത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഉരുളി ചൂടായി. ഇനി ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്, അരി വേവാനുള്ള വെള്ളം. തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അതും ഒഴിക്കാവുന്ന കുഴപ്പമൊന്നുമില്ല. എപ്പോഴും അരി തിളച്ച് വെച്ച വെള്ളം തിളച്ച് വെച്ച അരി ഇടുന്നേ. അന്നേരം വെള്ളം തിളയ്ക്കാനായിട്ട് ഒരിച്ചിരി സമയം വേണം. ഇത് ഒരു വ്യത്യാസമാണ്. ഈ വിഷുക്കട്ടയിൽ കുറച്ച് മധുരം കാണും, അല്ലാത്തതിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതിന് മധുരം ഇല്ല. അതുകൊണ്ടാണ് അവർ ശർക്കരപ്പാനി കൂട്ടി കഴിക്കുന്നത്. ഇതും ശർക്കരപ്പാനി കൂട്ടി തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ആദ്യം വിഷുക്കട്ട ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ വിഷുക്കട്ടയുടെ രീതിയെ മാറ്റി എന്ന് പറഞ്ഞ് നാളെ എന്നെ വഴക്ക് പറഞ്ഞേക്കരുത്. വേണ്ടേ, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അരി ഇടാം. ആക്ച്വലി അരി വെള്ളത്തിൽ കിടന്ന് കുറച്ചൊരു ഹാഫ് പോർഷൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാല്, തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിച്ചു പോകാം. അല്ലാതെ പിന്നെ എക്സ്ട്രാ ഒരുപാട് വെള്ളം ഒഴിച്ച് അരി വേവരുത്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് അരിയൊക്കെ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് വേവിക്കുകയല്ലേ, ഏതാണ്ട് മുക്കാലോളം വേവിച്ചേച്ചേ ബാക്കി ചേർക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഏത് സാധനമാണെങ്കിലും നല്ലോണം വേവിച്ചിട്ട് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് വരിക. നമ്മൾ ചെമ്പാപ്പച്ചരി എത്ര എടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവും ശർക്കരയുടെ അളവും എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വിഷുക്കട്ട ട്രഡീഷണൽ ചെയ്യുന്നതുകൊണ്ട് മധുരം ഇല്ലാത്ത ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ ചെമ്പാവരിയുടെ അളവ് തന്നെ എടുത്താൽ ഭയങ്കര മധുരമായി പോകും. പക്ഷെ ഭയങ്കര മധുരം ആവത്തില്ല, ആവശ്യത്തിനുള്ളതേ വരത്തുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയുക, കുറച്ച് ഇപ്പം ഇതിനൊരു ബൗള് ചെമ്പാപ്പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ബൗളിന് തന്നെ പഞ്ചസാരയും ആ ബൗളിന് തന്നെ ശർക്കരയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്. അതാണ് അളവ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്നാ താമസം എന്ന് വെച്ചാൽ, അരി വേവുന്ന ഒരൊറ്റ താമസേ നമുക്കുള്ളൂ, ബാക്കിയെല്ലാം പടപടപ്പെട്ട ആവും. ഇനി എന്നാന്ന് വെച്ചാൽ, ഇതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇലയിലിട്ടിട്ട് ഷേപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് ഷേപ്പ് ചെയ്തിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ അരിയിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു, നമ്മൾ കണ്ടല്ലോ. അപ്പം ആ വെള്ളം ഒരു മുക്കാലോളം പറ്റി. അപ്പം അരിയുടെ വേവ് എത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളം ഒഴിക്കുന്നതിന് പകരം നെക്സ്റ്റ് നമ്മൾ ഒഴിക്കാൻ പോകുന്ന പശുമ്പാലാണേ. തേങ്ങാപ്പാൽ എപ്പോഴും ലാസ്റ്റ് ഒഴിച്ചാൽ മതി. നെക്സ്റ്റ് പശുമ്പാൽ. ഇനി ഈ പാലിനകത്ത് കിടന്ന് ബാക്കിയും കൂടെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തേച്ച് ഉള്ള വെള്ളം, അതിനകത്ത് എത്ര വെള്ളം ഉണ്ടോ അതങ്ങ് പറ്റി വേവിച്ചെടുത്താലേ ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ഷേപ്പാക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ, നമ്മൾ വല്ല ചട്ടിയിലോ കാലത്തിലോ അങ്ങനെയൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ആ മൺചട്ടിയുടെ ഈർപ്പം തന്നെ കുറച്ച് ഈർപ്പം വലിച്ചെടുക്കും എന്ന് പറയും. അതുകൊണ്ട് കുറച്ച് ലൂസാക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതേപോലെ ഓട്ടുരുളിയിലൊക്കെ ചെയ്യുവാന്നേൽ നല്ലോണം വെള്ളം പറ്റിച്ച് എടുക്കണം. ഓക്കെ, ഞാൻ രണ്ടാമത് ഒഴിച്ച നമ്മുടെ പശുമ്പാലില്ലേ, അതും ഏകദേശം മുക്കാലോളം വറ്റി. ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണേ. ഈ എല്ലാ പാലിനകത്തും കിടന്ന് വേണം നമ്മുടെ ആ അരി അങ്ങ് വേവാനായിട്ട്, എന്നാൽ ആ അരിക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി പശുമ്പാലും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒഴിച്ച് കുളമാക്കരുതേ എന്ന് പറയരുത്. കാര്യം അതിനൊരു ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഒരിക്കലും അതിനൊരു പന്ന ടേസ്റ്റ് എന്തായാലും വരികയില്ല, ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇനി ഈ പാലിനകത്ത് കിടന്ന് അരി ബാക്കിയും കൂടെ ഒന്ന് വെന്ത്
ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ കുറച്ചൊരു ലിക്വിഡ് ആവും, പക്ഷെ എന്നാലും ഇതിലൊന്ന് വെന്തോട്ടെ. ഓക്കെ, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു, പശുവും പാൽ ഒഴിച്ചു, ഈ പറഞ്ഞ വെള്ളം ഒഴിച്ചു, എന്നിട്ടാണ് നമ്മൾ അരി വേവാനിട്ട്, അരി വെള്ളം ഒഴിച്ചിട്ട് വേവാനിട്ട് പകുതി ആയതിനു ശേഷമാണ് 2 പാലും ഒഴിച്ചത്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇതിനകത്തോട്ട് ജീരകവും ഇട്ട് പച്ച തേങ്ങ ഇട്ടേച്ച് വിഷുക്കട്ട ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുക സാധാരണ. അതായത് പശുവും പാലില്ല, തനി തേങ്ങാപ്പാലിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതാണ് വിഷുക്കട്ട എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്താണ് നമ്മൾ ആ ചേഞ്ച് വരുത്തുന്നത്. അതുകൊണ്ട് വിഷുക്കട്ട ട്രഡീഷണൽ വേ ഞാൻ അറിയാത്തോണ്ടല്ല ചെയ്യാത്ത, ഒരു കുറച്ച് മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇനി ഇതൊരു ഇച്ചിരി തീ കുറച്ച് വെച്ച് ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചേർക്കാം. ഫസ്റ്റ് വിഷുക്കട്ടയ്ക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് കുറച്ച് തേങ്ങ, നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്, സ്വാദ് കൂടും. അതല്ല സാധാ നമ്മുടെ ഒരു സാധാ തേങ്ങ ഉള്ളെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ നോക്കും, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇതിൻ്റെ കൂടെ കുറച്ച് ചതച്ച ജീരകം. ഇത് ഇത്രയും മാത്രമേ ട്രഡീഷണൽ ആയിട്ടുള്ള വിഷുക്കട്ടയിൽ നമ്മൾ ചെയ്യാറുള്ളൂ. ഇനി ഈ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ശകലം ഉപ്പൂടെ ചേർക്കും. എന്നിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുത്ത് ഒരു ഷേപ്പുള്ള പാത്രത്തിൽ ഷേപ്പാക്കി വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ മുറിച്ചെടുക്കുന്നതാണ് വിഷുക്കട്ട. അവിടെയാണ് ഞാൻ മാറ്റം വരുത്താൻ പോകുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞല്ലോ. ട്രഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് മാറ്റുക. ഇനി അല്ല നമ്മുടെ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇനി ബാക്കി ചേർക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി പഞ്ചസാര. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ച് എല്ലാം ചെയ്താൽ മതി. അപ്പം അഥവാ എന്താ പറയുക, അരി ഒരു ഇച്ചിരി വേവ് കുറവോ അങ്ങനെ വല്ലോ നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബാക്കി വേവ് അങ്ങ് ആവുകയും ചെയ്തോളൂ. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഏലക്കയും തേനുമാണേ. തേനൊരു ഒത്തിരി വേണ്ട, ഒരു 100 ഗ്രാമൊക്കെ ചേർത്തേച്ചാൽ മതി. മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. നമ്മൾ ശർക്കരപ്പാനി കൂട്ടിയാണ് സാധാ വിഷുക്കട്ട കഴിക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു ഇച്ചിരി മധുരം ഉള്ളത് കൊണ്ട് ശർക്കരപ്പാനി ഞാൻ പ്രത്യേകം വെക്കാൻ പോകും. അത് നമ്മൾ സാധാ കഴിക്കുന്ന പോലെയുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ശകലം ഏലക്കായും കൂടെ പൊടിച്ചത്, എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഞാലിപ്പൂവും പഴവും ശർക്കരപ്പാനിയും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ പ്രത്യേക ശർക്കരപ്പാനി ആക്കി വെച്ചിരിക്കുക. അപ്പം ഇനി അതിനകത്തോട്ട് നമ്മൾ പ്രത്യേകിച്ച് കുക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ശർക്കരപ്പാനിക്കകത്തോട്ട് ഏലക്ക പൊടിച്ചതും ഞാലിപ്പൂവും പഴവും കൂടെ അരിഞ്ഞു വെക്കും പ്രത്യേകം. ഇത് ഇതിനകത്ത് ഇനി വേറെ കാര്യം ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇച്ചിരി നെയ്യും കൂടെ ചേർക്കും ഞാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചൊരു കറക്റ്റായിട്ട് വരാനും മാത്രമല്ല ഒരു നെയ്യുടെ ഫ്ലേവർ വരുമ്പോൾ അതിനകത്ത് കുറച്ചൊരു സ്വാദ് കൂടും. അതും മാത്രമല്ല, നമ്മൾ ഇതേപോലെ ഓട്ടുരുളിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുവാണെങ്കിൽ അടി പിടിക്കാതിരിക്കാനും നമ്മളെ സഹായിക്കും. പിന്നെ അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിനകത്തൂടെ ഇച്ചിരി നെയ്യ് തടവിയേച്ച് വേണം വയ്ക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷുക്കട്ട എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് കാണിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ പഞ്ചസാര ചേർത്തതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. മാത്രമല്ല അരി ഒരു ഇച്ചിരി കൂടെ ഒന്ന് വറ്റി ആ ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ ഇതേണ്ട ഈ ലൂസ് ഒക്കത്തില്ല. ഇതൊരു ഇച്ചിരി കൂടി പറ്റാനുണ്ടെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം. അതും കൂടെ ചെയ്യാനുണ്ട്. ഇത്രയും ചെയ്ത് വരണമെങ്കിൽ ഒരു മിനിമം ഒരു 10 മിനിറ്റ് എടുക്കും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മധു ബാലകൃഷ്ണൻ ചേട്ടനും വൈഫും കൂടെയാണ് വരാൻ പോകുന്നത്. അപ്പം മാത്രമല്ല മധുചേട്ടൻ വരുമ്പോൾ നാച്ചുറലി നമുക്ക് പാട്ടില്ലാതെ പറ്റത്തില്ല. പിന്നെ വിഷുവും കൂടിയാണ്, അന്നേരം പിന്നെ ഒട്ടും ഒക്കത്തില്ല, എസ്കേപ്പ് ഒട്ടും പറ്റത്തില്ല. പക്ഷെ മധുചേട്ടൻ ഈ പറഞ്ഞ പോലെ പാട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, അദ്ദേഹത്തിന് നെഞ്ചോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും അതിനൊരു നോ പറയുകയില്ല. ഇതെല്ലാം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വിഷുക്കട്ട ആവണം, നമ്മുടെ സ്പെഷ്യൽ വിഷുക്കട്ട അല്ലേ.
ചെന്താർമിഴി പൂന്തേ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി ചെന്താർമിഴി. നമസ്തേ മച്ചേട്ടാ. നമസ്കാരം. നമസ്തേ ചേച്ചി. ആദ്യമേ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രണ്ടുപേരും ഭയങ്കര ഐശ്വര്യായിരിക്കുന്നു. ടച്ച് ടച്ച് ഈ പറഞ്ഞ ആളൊട്ടും അല്ല, മോശമല്ല. എന്നാലും ഞാൻ ഉള്ളിക്കോട്ടെ. ചിലപ്പോ എന്റെ കണ്ണ് കിട്ടിയായിരുന്നു അല്ലെ. അവസാനം നാട്ടുകാർ പറയാം ആ കൊച്ചു വായെടുത്ത് എന്നേലൊക്കെ പറഞ്ഞല്ലോ. ഞാനെല്ലാം തീർത്ത് എന്റെ ദൃഷ്ടിയൊക്കെ അങ്ങ് ഒഴിഞ്ഞു കാണും. ഭയങ്കര രസമുണ്ട്. ഇതൊക്കെ ഞാൻ സോപ്പിടാന്ന് വിചാരിക്കരുത്. ഇല്ലില്ല. പക്ഷെ മച്ചേട്ടാ എനിക്കൊരു ആവശ്യമുണ്ട്. എന്നാന്നറിയാവോ, ഇന്ന് വിഷു അല്ലേ? അതെ. മച്ചേട്ടന്റെ സ്ഥലത്തിൽ ഓ തീർച്ചയായിട്ടും. കാണും. ഓക്കെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മച്ചേട്ടാ കണ്ണൻ ഇവിടെ നിന്ന് കേൾക്കുന്ന മാതിരി ശരിക്കും. മച്ചേട്ടൻ എപ്പോഴും പാടുമ്പോഴല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ആ ഒരു പാട്ടിന് നമ്മൾ ചുമ്മാ പാടല്ലാതെ അതിനൊരു ലൈവ് വരില്ലേ, അതിന് ആ സോളിനൊരു ജീവൻ കിട്ടില്ലേ ആ പാട്ടിന്. ആ ഫീലിംഗ് എപ്പോഴും വരാറുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ തമ്പുരാനെ. കൃഷ്ണൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. ചേച്ചി പാടൂലേ? ഞാൻ അല്ല ചേച്ചി ഇഷ്ടമാണല്ലോ പാട്ട്. പാടും വീട്ടിലൊക്കെ. വഴക്കറിയോ? പാടിയാ ഒട്ടുമില്ല, ഞാൻ പാടാനേ പറയാറുള്ളൂ. നല്ലതായിട്ട് പാടില്ലേ ചേച്ചി? ഞാനിപ്പോ പറയില്ല ചേച്ചി, പേടിക്കണ്ട. അല്ല, ഒരു ലൈൻ ഒരു തിരുവാറന്മുള കൃഷ്ണ എന്നുള്ള പാട്ട് ഒരു ലൈൻ പാടുമ്പോ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും പാടേണ്ടി ഒരു ദിവസം തീർന്നിട്ടുമല്ലേ. അല്ല ചേച്ചിക്ക് ഇഷ്ടമാണ് പാടാൻ? ചേച്ചി പാടുമ്പോ റിലാക്സേഷൻ അങ്ങനെ? ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ വോളിയത്തില് പാട്ട് ഡ്രൈവ് ചെയ്യാറുള്ളൂ. ആണല്ലേ? ഭയങ്കര റിലാക്സേഷൻ അല്ലേ? ശരിക്കും മ്യൂസിക് ഇസ് എ മാജിക് അല്ലേ? ശരിക്കും ഒരു മിറക്കിളാണ്. അതാ മച്ചേട്ടാ, വിഷു ഓണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഫെസ്റ്റിവൽസ് ആഘോഷങ്ങളാണ്. വിഷുവിന്റെ ഒരു കുഞ്ഞുനാൾ ഓർമ്മകളൊക്കെ എന്താണ്? വിഷുവിന്റെ കുഞ്ഞുനാൾ ഓർമ്മ എന്നുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം തന്നെ പടക്കായിരുന്നു. ഞങ്ങള് പ്രത്യേകിച്ച് തറവാട്ടിൽ ആഘോഷിച്ചിരുന്ന വിഷു പണ്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്ന ഒരു സമയമുണ്ടല്ലോ. കസിൻസ് മാത്രമല്ല, എല്ലാ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് 6 ആങ്ങളമാരും ഒരു സിസ്റ്ററുണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് വരും. അവരുടെ മക്കൾ വരും, എല്ലാവരും വരും. അമ്മയുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ വീട് ഒറ്റപ്പാലത്താണ്. അവിടെയും ഇതുപോലെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മക്കള്, അച്ഛൻ്റെ ബ്രദറിൻ്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയ സംഭവം തന്നെ പടക്കമാണ്. അത് ഇന്നും മാറിയിട്ടില്ല, ഇപ്പോഴും അതിന്റെ ഒരു ക്രൈസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് വിഷു കൈനീട്ടം. അത് ഞങ്ങൾക്ക് മെയിൻ. അത് എവിടെ ചെന്നാലും വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് കൈനീട്ടം. പണ്ട് നല്ല രസമായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. മൂത്തതായാലും പ്രശ്നമാണ്. ജോലി കിട്ടിയാലും, ജോലി ഉണ്ടെങ്കിൽ നമ്മള് സമ്പാദിക്കാൻ തുടങ്ങിയാലും. പക്ഷെ ഒരു സന്തോഷമാട്ടെ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. നമുക്ക് സന്തോഷമാണ് കൊടുക്കാൻ. ഏറ്റവും വീട്ടിലെ ഏറ്റവും ഇളയതാണ് അന്നത്തെ ദിവസം ഏറ്റവും വലിയ കാശുകാരൻ. അതെ, ഏറ്റവും ഇളയത് എല്ലാം കൊടുത്തില്ല ആളാതായിരിക്കും. 1 രൂപയെങ്കിലും കൂടുതൽ ശരിക്കും ഹാപ്പി വിഷു അദ്ദേഹത്തിനാണ്. കറക്റ്റ്. അതിന്റെ വീട്ടിലെ ഇളയത് ഞാനായിരുന്നു. ഞാൻ കുറെ സന്തോഷിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു മധുചേട്ടനോടുള്ള ഫസ്റ്റ് വിഷു? വിഷു എനിക്ക് വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം വിഷുക്കണി ഒരുക്കുന്നതാണ്. ചേച്ചിയുടെ അവിടെ ഇല്ലേ? ഉണ്ട്. ഫസ്റ്റ് വിഷു മധുചേട്ടൻ എങ്ങനെയായിരുന്നു? ഞങ്ങള് ഇവിടെ വീട്ടില് ഞാൻ തന്നെ വിഷുക്കണി ഒരുക്കി. അത് എപ്പോഴും ദിവ്യ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി. അപ്പൊ ഞങ്ങൾ എങ്ങനെ അത് കൂടെ പാസ് ചെയ്യുമ്പോ ഇങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ എന്നൊക്കെ പറയും. അത് വിഷു ആയാലും ശരി, ഓണം ആയാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് ദിവ്യാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ചേച്ചി. എന്നാ ചെയ്യാ? ഇതേപോലെയാണോ ഞങ്ങൾ ഒരുക്കുന്ന പോലെയാണോ? പിന്നെ എനിക്ക് കുറച്ച് എന്തെങ്കിലും ഈ നവധാന്യങ്ങള്, പിന്നെ ഈ ഇതൊക്കെ വെക്കും, എല്ലാ കുങ്കുമം, എല്ലാം ഐശ്വര്യം തരുന്ന എല്ലാ സംഭവങ്ങളും, അഷ്ടമംഗല്യ തട്ട്, ഇതെല്ലാം ഉണ്ടാവും. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ പിന്നെ പാട്ടിനോട് സംഗീതത്തിനും വേണ്ടിയിട്ടും പിന്നെ ഒരു ക്രിക്കറ്റ് ബോളും ഒക്കെ വെക്കും. അത് കളിപ്പാട്ടങ്ങൾ വെക്കാറുണ്ട്. പിന്നെ സമയത്തിന്റെ ഇത് ഉണ്ണിക്കണ്ണനാണല്ലോ വെക്കാറ്. അപ്പോ
കളിപ്പാട്ടങ്ങള് എന്റെ ഈ ബോള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കും. ശരി. പക്ഷെ അതിപ്പോ ചേച്ചി ആദ്യത്തെ അറിവ് കേട്ടോ. ഇനിയിപ്പോ ഞങ്ങളും അങ്ങനെ ഒരുക്കാം. എന്നാന്ന് വെച്ചാൽ ഈ ബോള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധാരണ എന്താ പറയാ മ്യൂസിക്കിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മള് ശരിക്കും നവരാത്രി അതിലേ വെക്കുക. അപ്പൊ ഇത് പക്ഷെ ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. കൃഷ്ണൻ ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിതെല്ലാം കുട്ടിയല്ലേ കൃഷ്ണൻ, ഉണ്ണിക്കണ്ണനല്ലേ. അപ്പോ എന്റെ സ്കൂൾ ഗ്രൂപ്പിലുള്ള ചില ആളുകള് എന്റെ കണി എത്താൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ നമ്പർ തരാം. ഇപ്പൊ എനിക്ക് കൂടെ പറഞ്ഞു തന്നാലേ. ഏതോ ഒരു വിഷുവിന്റെ ദിവ്യ ഒരുക്കിയ വിഷുവിന്റെ കണിയായിരുന്നു കുറെ സർക്കുലേറ്റ് ചെയ്തത്. അതെ അതെ. ഇനി അടുത്ത പ്രാവശ്യത്തെ വിഷു ചേച്ചി പറയുന്ന പോലെ ഞാൻ ചേട്ടന് കൈനീട്ടം തന്നോ അതോ പടക്കം പൊട്ടിച്ച് കാണിക്കാനോ? ആദ്യം പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞു. കൈനീട്ടം എല്ലാ തവണയുണ്ട്. അത് ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോ ഒരു കൈനീട്ടം എനിക്കും കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട്. ദിവ്യക്ക് അങ്ങനെ ദിവ്യക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇവിടെ ടൈ ആയി പോകും. അത് വേണ്ട, ആ ദിവസം നമുക്കുള്ളതാ. തന്നോളൂ തന്നോളൂ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ എനിക്കുള്ള വിഷു കൈനീട്ടം എനിക്ക് ദിവ്യക്ക് ഓൾറെഡി കൊടുത്തതാ. അപ്പൊ എനിക്ക് തരും. അത് ചോദിക്കണമല്ലോ. കാശിട്ട് ഏർപ്പാടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൈ നിറയെ കൈനീട്ടം. ഈ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇനി ഒരു കുറുമ്പ് പറയട്ടെ. ചേട്ടന്മാരൊക്കെ കൈനീട്ടം തരുമ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കും. ഏത് ഇങ്ങനെയാണോ വരുന്നത്, നോട്ടുകളാണോ വരുന്നത് എന്നുള്ളതില്ലേ. ഒരിക്കൽ സുരേഷ് ചേട്ടൻ പറയും, ഞാൻ സുരേഷ് ചേട്ടൻ എനിക്ക് ഇങ്ങനെ കൈനീട്ടം തന്നപ്പോ ഞാൻ സുരേഷ് ചേട്ടാ 1 രൂപയാ. എടി ഇതിന് വാല്യൂ ഉണ്ടെടി. അതിന് ഞാൻ സുരേഷ് ചേട്ടന്റെ പോക്കറ്റിലാണ് നോക്കിയത്. എനിക്ക് അതിന് വല്ലതാ ചോദിക്കാലോ അല്ലേ. ഓക്കെ. ചേട്ടാ ശരിക്കും ഈ വിഷു ഓണം ഒക്കെ സമയത്ത് ചേട്ടൻ എപ്പോഴും ബിസിയാണ്. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി. ഈ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ വീട്ടിൽ വരാൻ കഴിയും? ചില വർഷങ്ങളിൽ എനിക്ക് വിഷുവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിൽ ചിലപ്പോൾ വീട്ടിലുണ്ടാവാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അബ്രോഡ് ആയിരിക്കും. ചിലപ്പോൾ ദിവ്യം കൂട്ടിയിട്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രവാസികളുടെ കൂടെ കൂടും. അതെ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് പുറമേ ഉള്ളവരാ, വിദേശികളാണ്. നാട്ടിൽ ആഘോഷം കുറഞ്ഞോന്നൊരു സംശയം. അതെ, ആൾക്ക് കാരണം എല്ലാ ദിവസവും ആഘോഷമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ആഘോഷം. ഇപ്പൊ മിക്കവരും ആ ഒരു സ്റ്റൈലിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ഒരു വിഷുവിന്റെ പിന്നെ മാത്രമല്ല ന്യൂ ജനറേഷന് ഇപ്പൊ വിഷു എന്താണെന്നോ ഓണം എന്താണെന്നോ ഒന്നും അതിന്റെ കഥ എന്താണെന്നോ ഒന്നും അറിയില്ല. ശരിക്കും ട്രഡീഷൻ വൈസും കൾച്ചർ വൈസും നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മുടെ കാരണവന്മാര് പറയും. ചേച്ചി അങ്ങനെ ചെയ്യും? മോന് പറഞ്ഞു കൊടുക്കും. അവർക്ക് വിഷുക്കണി ഒരുക്കാനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അറിയാം ചേച്ചി. ഇപ്പം വീട്ടിലില്ലെങ്കിലും ഒന്ന് മോന് ചെയ്തു വെക്കാൻ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എല്ലാം ചെയ്തു വെക്കും. ടെൻഷനേ ഇല്ല. പക്ഷെ അത് ഒരു കണക്കിന് ആങ്കൊച്ചായാലും പെങ്കൊച്ചായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനകത്ത് ഒരു മോശമൊന്നുമില്ല. മോനും ഇപ്പം മ്യൂസിക്കിലേക്ക് ഇറങ്ങി. രണ്ടുപേർക്കും മ്യൂസിക്കിൽ താല്പര്യമുണ്ട്. മൂത്താള് അതാണ് പഠിച്ചത്. ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷനാണ് പഠിച്ചത്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പ്രൊജക്ട്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. മധുചേട്ടനും ചേച്ചിക്കും നമ്മുടെ പിള്ളേരായി കഴിയുമ്പോൾ അവരിങ്ങനെ മ്യൂസീഷ്യൻസ് ആവണം എന്നായിരുന്നു ആഗ്രഹം, അതോ അവരുടെ ഇഷ്ടമായിരുന്നോ? അത് അവരുടെ ഇഷ്ടം. ചേച്ചിക്കും ആഗ്രഹമായിരുന്നു എന്റെ മോന് ഇതാവണം അങ്ങനെയൊന്നുമില്ല? ഇല്ല, ഞാൻ ശരിക്കും ആള് രണ്ടുപേരും നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അക്കാഡമിക്കലി എന്തെങ്കിലും അങ്ങനെ ആവും വരികയാണ്. പക്ഷെ ആള് പറഞ്ഞു എന്റെ പാഷൻ മ്യൂസിക് ആണ്, ഞാൻ മ്യൂസിക് തന്നെ പറഞ്ഞു. അതെ അതെ ഡിഗ്രി ആക്ച്വലി ആദ്യമേ BBAക്ക് ജോയിൻ ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു അമ്മ എനിക്ക് എന്റെ പാഷൻ മ്യൂസിക് ആണ്. കുഞ്ഞുനാള് മുതലേ അച്ഛൻ്റെ കേട്ട് വളരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുമ്പോ പിന്നെ ഒരു ജീൻ കാണുമല്ലോ അല്ലേ. പക്ഷെ ആളെന്ന് വെച്ചാൽ സിംഗിങ് മാത്രല്ല, ലിറിക്സ് എഴുതി മ്യൂസിക് ചെയ്ത് ഓർക്കസ്ട്രേഷനും ചെയ്ത് കംപ്ലീറ്റ് കോമ്പോസ് ചെയ്തിട്ട് പാടുന്നതും ആള് തന്നെ. അല്ല, അപ്പൊ മധുചേട്ടന്റെ സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെ പറയാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലതൊക്കെ ഈ കാരണം നമ്മുടെ രാഗം ബേസ്ഡ് ആയിട്ടുള്ള ചില ബീജീസ് ഉണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഒരു പ്രൊജക്ട് ഒക്കെ ഉണ്ടായിരുന്നു, വെസ്റ്റേണും ഈസ്റ്റേണും ഫ്യൂഷൻ ചെയ്യാൻ. അത് മധുചേട്ടൻ ഹെൽപ്പ് ചെയ്തു. അതെ അതെ അതെ, ഞാൻ പാടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അതുകൂടാണ്ട് അതിന് മുമ്പ് കുറച്ച് നാൾ കാനഡയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യത്തെ ആൽബം ഇറക്കിയത് മൂത്താള് മാധവ്. അതിലൊരു 6 ഹിപ്പ് ഹോപ്പാണ് അവന്റെ മെയിൻ ഇഷ്ടമുള്ള സംഭവം. അതാണ് ഈ മെലഡീസും കുറെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യും അടുത്ത് തന്നെ. പക്ഷെ റിലീസ് ചെയ്തത് മുഴുവനും ഭൂരിഭാഗവും ഹിപ്പ് ഹോപ്പാണ്, റാപ്പ്. ഇനി മധുചേട്ടൻ്റെ ഒരു സംശയം ഞാൻ ചേച്ചിയോട് ചോദിക്കാം. മധുചേട്ടൻ പാടുന്ന പാട്ടുകളെല്ലാം ഭയങ്കര മെലഡിയസ് ആണ്. അതിനകത്തൊരു
പ്രണയഭാവം എവിടെയോ ഉണ്ടെന്നല്ല ഞങ്ങളൊക്കെ ഉറപ്പിച്ചു, ഞാനത് വെറുതെ പറയാം എവിടെയോ ഉണ്ടെന്ന്. ഭയങ്കര ഒരു ലവിങ് ആണ്, ഐ മീൻ പ്രണയം തന്നെ പറയണം. അത് ശരിക്കും ചേച്ചിയോട് ഭയങ്കര പ്രണയമായിട്ടാണ് അതിന് മുമ്പേ പാടുമ്പം ചേട്ടൻ അങ്ങനെ ആ ഒരു പാട്ടിലേക്കും ആ മെലഡീസിലേക്കും ആ ഒരു ഭാവവും ആദ്യമേ ഉണ്ടായിരുന്നു? മധുചേട്ടനോടല്ല ചോദിച്ചേ, ചേച്ചിയോടാ ചോദിച്ചേ. മത്സ്യന്റെ വെച്ചാൽ ഞാൻ പരിചയപ്പെട്ട കാലത്തൊക്കെ അന്ന് മുതൽ ഞാൻ കൂടുതൽ ആ സമയത്ത് ഭക്തിഗാനങ്ങളാ കേട്ടിരുന്നത്, ആ കല്യാണം കഴിക്കുന്ന സമയത്ത്. അപ്പം ഞാനിങ്ങനെ പറയും, എനിക്കിപ്പം ഡിവോഷൻ വേണമെങ്കിൽ മതിച്ചേണ്ട പാട്ട് കേൾക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിച്ചാൽ ആ പ്രണയമുള്ള ആ തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് വേറെ ഒന്നും കാണില്ലല്ലോ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി മധുചേട്ടനെ കാണുന്നിടം വരെ മധുചേട്ടൻ ഡിവോഷണൽ പാട്ടുകളാ പാടി. അതിന് ശേഷമാണ് മധുചേട്ടന്റെ ഭാവം മാറിയെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ ചേച്ചിക്ക് അതാണ് കവി ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ എന്താ മധുചേട്ടന് ഭയങ്കര ലവ് ആണല്ലേ ചേച്ചി അടുത്ത്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ആ പാട്ടുകൾക്കും ചേച്ചി ആലോചിച്ച് ഇങ്ങനെയൊക്കെ പാടി ക്രിഞ്ചാണ് ചോദിക്കുന്നത്, പക്ഷെ എന്നാലും തീർച്ചയായിട്ടും അതെ. അങ്ങനത്തെ പാട്ടുകൾ വരുമ്പോ എന്തായാലും ഓർക്കും നമ്മള് ജീവിതത്തിലുണ്ടായിട്ടുള്ള നല്ല 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 നിമിഷങ്ങൾ, അതൊക്കെ ആലോചിക്കും. മധുചേട്ടൻ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? മധുചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ? കമൽ സാറിന്റെ வணக்கம் ஆனி, நான் ரொம்ப பெருமைப்படுறேன் இந்த நிகழ்ச்சியில் கலந்துக்கிறதுக்கு. எனக்கு ரொம்ப அந்த வாய்ப்பு கிடைச்சதுக்கு நான் ரொம்ப பெருமைப்படுறேன். எனக்கு இன்னும் இந்த நிகழ்ச்சியில் வரணும்னு ஆசையாக இருக்குது. எனக்கு நான் தமிழ் சொல்கிறது உங்களுக்கு புரியறதான்னு தெரியாது. நான் இப்போது அரசியலில் கொஞ்சம் பிஸியாக இருக்கேன். இந்த நிகழ்ச்சியில் அதுக்குள்ளே வந்ததுக்கு எனக்கு ரொம்ப சந்தோஷம். ഓക്കെ ഞാനിവിടെ മധുചേട്ടനെ മറന്ന് ശരിക്കും വിചാരിച്ചെന്താ ചേച്ചി, ദൈവമേ എന്റെ ഷോയിൽ കമലാസൻ ദൈവമേ അങ്ങനെ വരുത്തിട്ടല്ലേ മധുചേട്ടനായിട്ട് അങ്ങനെ ഒരു സീറ്റ് എനിക്ക് ഒരുക്കി തരട്ടെ ദൈവമേ. ഇനി ഒരാളും കൂടെ വരട്ടെ എന്റെ ഷോ അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഈ വളർച്ചയുടെ പാതയിൽ നമ്മളിപ്പോ പോകുന്ന പാതയിൽ പലരും നമുക്കെതിരെ നമുക്ക് നെഗറ്റീവ് കമന്റ്സും ഇഷ്ടംപോലെ നമുക്ക് കാണാമല്ലോ. നമ്മളെ നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്നത് കൊള്ളാം, പക്ഷെ അല്ലാതെ നമ്മളെ മനഃപൂർവ്വം നമ്മളെ അടിച്ചു താത്താൻ വേണ്ടി തളർത്താൻ വേണ്ടി കുറെ ആളുകളുണ്ട്, ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രജനി സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. രജനി സാർ ഒരു പ്രസംഗത്തിൽ സംസാരിച്ച ഒരു ഇതാണ്, അത് ഞാൻ പറയാറുണ്ട്. രജനി സാറിന്റെ നമ്മൂരില് குறைக்காத நாயும் இல்லை, பழி சொல்லாத நாவும் இல்லை, ஆக மொத்தத்தில் இது ரெண்டும் இல்லாத ஊரும் இல்லை. இதெல்லாம் பார்க்காம நம்ம பாட்டுக்கு போயிட்டே இருக்கணும். സത്യല്ലേ ആ പറഞ്ഞ സത്യല്ലേ അദ്ദേഹം പറയുന്നത്? എന്റെ ദൈവമേ എന്റെ ഷോയില് രജനി സാറും വരും കമലാസൻ സാറും വരും ഉറപ്പ്. അന്ന് ഞാൻ മധുചേട്ടനെ വിളിക്കും, ഒരു വലിയ താങ്ക്സ് പറയണ്ടേ, കാരണം പ്രേക്ഷകർക്കൊക്കെ ഇവരെ കാണാൻ പറ്റുന്ന എന്റെ തുടക്കം കുറിച്ചത് മധുചേട്ടൻ. താങ്ക് യു മധുചേട്ടൻ. മധുചേട്ടന് കുഞ്ഞുനാള് മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം, അതോ പാട്ട് പഠിച്ചതാണോ, അത് അച്ഛനമ്മയുടെ നിർബന്ധി പഠിച്ചാണോ, എങ്ങനെയാണ് മധുചേട്ടന്റെ ഹിസ്റ്ററി? ഞാൻ ആദ്യമായിട്ട് പാടാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടും ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി, ഇതാണ് ആദ്യം പാടിയ പാട്ട്. അത് ഞാൻ ഇതിങ്ങനെ ആദ്യം സ്റ്റേജിൽ കയറി പാടിയ പാട്ട്. ഇതിങ്ങനെ പാടാൻ കാരണം ഞാൻ പാട്ട് പാടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയുമായിരുന്നായിരിക്കാം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു അച്ഛനമ്മയ്ക്കും പാടാനുള്ള കഴിവുണ്ട്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് ആരും എൻ്റെ കുടുംബത്തിലില്ല. അച്ഛനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുന്നു മാത്രം. നല്ല സംഗീത ആസ്വാദകനായിരുന്നു. അപ്പോൾ ഇവർക്കറിയായിരിക്കും ചിലപ്പോൾ ഞാൻ പാട്ട് പാടുന്നു, ചിലപ്പോൾ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ചുമ്മാ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും പാടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ, ആ ടീച്ചർ ഒരു പാട്ടിട്ടിട്ട് താളം പിടിക്കാൻ പറഞ്ഞു എല്ലാ കുട്ടികളോടും. അങ്ങനെ പാട്ട് ഓൺ ചെയ്ത് താളം പിടിച്ചു തുടങ്ങി എല്ലാ കുട്ടികളും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ ഓരോരുത്തരടുത്ത് ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ പാട്ടിന് കറക്റ്റ് താളാന്ന് നടന്നെന്ന് സിസ്റ്റർ പറഞ്ഞു. തൊട്ടടുത്തുള്ള ഷാജൻ, അത് ഷാജനെ കണ്ടിട്ട് ഞാനാണോ കറക്റ്റ് താളം പിടിച്ച്, എന്നെ കണ്ടിട്ട് ഷാജനാണോ താളം പിടിച്ച് എന്നിട്ട് രണ്ടുപേരും കൊണ്ടും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് താളം ഇടുന്നുണ്ടല്ലോ, എന്നാൽ ഞാനൊരു പാട്ട് പാടിത്തരാം, അത് പാടാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ഒരു ട്യൂൺ ഇങ്ങനെ പാടി. അപ്പോൾ ഞാനത് ഏറ്റുപാടി. അങ്ങനെ അപ്പോൾ നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോടാ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി, ഇവൻ നന്നായിട്ട് പാടുന്നുണ്ട്, ഇവൻ ആ രീതിയിലൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു മത്സരം സ്കൂളിൽ വന്നപ്പോൾ ഈ പാട്ടിനെ പഠിപ്പിച്ചത്. എൻ്റെ അമ്മയും എൻ്റെ 2 ക്ലാസ് സീനിയറായിട്ട് പഠിച്ച സജി ചേട്ടനും കൂടിയാണ് എന്നെ ഈ പാട്ട് പഠിപ്പിച്ചു വന്നത്. പക്ഷേ സ്റ്റേജിലൊരു 3-4 ലൈൻ പാടിയപ്പോഴത്തേക്കും പേടിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. എല്ലാവരും കൂടി ഇങ്ങനെ ആദ്യത്തെ ഒരു അനുഭവമല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കണം കണ്ടപ്പോഴത്തേക്കും പേടിച്ച് ഇറങ്ങിപ്പോയി. അതാണ് ആദ്യ ജീവിതത്തിൽ ആദ്യം പാടിയ പാട്ട്. 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 7 വയസ്സ്. പിന്നെ അത് പ്രൊഫഷണലി പിന്നെ അതിനുശേഷം എനിക്ക് ധൈര്യം വന്നു തുടങ്ങി. ഓരോരുത്തർ ടീച്ചർ അപ്പോൾ പാടുന്ന മനസ്സിലായപ്പോഴത്തേക്കും ഓരോ പഠിപ്പിച്ചു ടീച്ചർമാരെ ഓരോ ക്ലാസ്സിൽ വിളിച്ച് പാടിക്കാൻ തുടങ്ങി എന്നെ. അങ്ങനെ ഒരു പാട്ട് ആദ്യമായിട്ട് ഫുള്ള് പാടുന്നത് നീ നിറയൂ ജീവനിൽ പുളകമായി, ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫുള്ളായിട്ട് പാടുന്നത് സ്കൂളിൽ. ടീച്ചറിന്റെ അടുത്ത് പോയി പഠിക്കാണ്ടൊക്കെ ആദ്യമായിട്ട്. അനുഗ്രഹം. പിന്നെ 5ാം ക്ലാസ് മുതലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. എൻ്റെ അമ്മ ഒരു ദിവസം ഒരു ടീച്ചർ അറേഞ്ച് ചെയ്തു. ആ ടീച്ചറുടെ പേര് ശ്രീദേവി എന്നായിരുന്നു. എനിക്ക് ആകെ ഒരു 10, 12, 14 ഗുരുക്കന്മാരുണ്ടാവും. അതിൽ ആദ്യം തുടങ്ങിയത് ഈ ശ്രീദേവി ടീച്ചറാണ്. പിന്നെ സരസ്വതി അമ്മാൾ, ബോസ് മാഷ്, രമേശ് മാഷ്, പിന്നെ ഏറ്റവും കൂടുതൽ പഠിച്ചത് ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറ് പെരുമ്പാവൂർ. ശങ്കര നമ്പൂരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശങ്കര നമ്പൂരിയുടെ ഗുരുവാണ് അദ്ദേഹം. പിന്നെ അതിനുശേഷം ഞാൻ അക്കാഡമിക്കലായിട്ട് പഠിച്ചത് മദ്രാസിൽ TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് 95-ൽ. അതെ, സിനിമയിൽ ആദ്യത്തെ പാട്ട് പാടുന്നത്. അപ്പൊ മർച്ചന്റിന്റെ ഫസ്റ്റ് പാട്ട് ആരെ കേട്ടിട്ട് എങ്ങനെ വന്ന, അതോ ഡയറക്ടിങ് വന്നാന്നോ? ഏത് സിനിമയിൽ പാടിയത് ഞാൻ ഒരു എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ വന്നു. അദ്ദേഹം അതുവരെ ആഡ് മൂവീസ് ആണ് ചെയ്തുകൊണ്ട്, ആഡ് ഫിലിംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂസിക് ചെയ്തിരുന്നു, ആഡ് ഡയറക്ട് ചെയ്ത് ബാബു ശങ്കർ, അയാളുടെ മദ്രാസിലാണ്. അപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് മ്യൂസിക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഷാ എന്നാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ആളെ സാറിൻ്റെ ശിഷ്യനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആരാണ് അതിനെ പറ്റിയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ കാഷ്വലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഗുരുനാഥൻ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. അപ്പോൾ ആ പാട്ട് പാടിയത് ചിത്രചേച്ചിയോടൊപ്പമാണ്. ആദ്യത്തെ പാട്ട് ഉഴവുത്തുറൈ, വിജയകാന്ത് സാറിൻ്റെ 125ാമത്തെ മൂവി. ചിത്ര ചേച്ചി ഞാനൊരു ഡ്യുവറ്റ് ആയിരുന്നു. അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്തത് ശരത്തേട്ടനാണ്. അങ്ങനെ ശരത്തേട്ടനായിട്ട് പരിചയമായി. അന്ന് മുതലേ നല്ല ക്ലോസ് ആണ് ഞങ്ങൾ. അല്ല, അപ്പൊ മച്ചേട്ടന് സിനിമ എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു? അതോ അത് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങി. സിനിമയിൽ പാടിയ സിനിമയിൽ നിന്ന് മാത്രമല്ല, ചില നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേൾക്കും. പിന്നെ എൻ്റെ അച്ഛൻ ഡെയിലി ഭക്തിഗാനങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ കിഷോർ ദാ, മറ്റേ മുഹമ്മദ് റാഫി സാബ്, മുകേഷ് ദാ, അവരുടെയൊക്കെ പാട്ടുകൾ പ്ലേ ചെയ്തോണ്ടിരിക്കും രാവിലെ മുതൽ. അത് പറയുമ്പോ എനിക്ക് ഒരു പാട്ട്, അവരുടെ ആരുടെയെങ്കിലും ഒരു പാട്ടും കൂടെ പാടിത്തന്നെ. മുഹമ്മദ് റാഫി, കിഷോർ കുമാറിന്റെ ഇഷ്ടംപോലെ പാട്ടില്ലേ. ഇതൊരു പാട്ടുണ്ട് കേട്ടോ എനിക്ക്. അവരുടെ പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മഞ്ചേരി വന്നപ്പോഴും പഠിച്ചു. ആണല്ലേ? കിഷോർ ദാടെ പാടാം. ഓ സാഥി രേ तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना, ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना, फूलों में कलियों में, फूलों में कलियों में, सपनों की गलियों में, फूलों में कलियों में, सपनों की गलियों में, तेरे बिना कुछ कहीं ना, तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. മച്ചേട്ടാ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഇപ്പുറത്ത് വീടെടുക്കാറുണ്ട്. ദിവസം രാവിലെ വന്നൊരു നേർച്ച പോലെ മച്ചേട്ടാ ഒരു പാട്ട്. എന്ത് രസം മച്ചേട്ടാ, ഇങ്ങനത്തെ പാട്ടൊക്കെ എന്താ രസമല്ലേ? ചേച്ചിക്ക് ഇഷ്ടമല്ലേ ഇങ്ങനത്തെയൊക്കെ? ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ട് ഏതാ മച്ചേട്ടന്റെ? മത്സ്യന്റെ പാട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെന്താർമണിയും ഡിങ് ഡോങ് കോയിൽമണിയാണ്. എങ്ങനെ കണ്ടുപിടിച്ചേ? ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്. എൻ്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിരിക്കുന്ന ദിവ്യയുടെ ഫസ്റ്റ് കസിനെയാണ്. അങ്ങനെ അറിയാം. അത് മാത്രമല്ല, അതിന് മുമ്പേ തന്നെ ദിവ്യയുടെ കസിൻസിൽ കുറച്ചുപേർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു 1.5-2 കൊല്ലം മുമ്പ് മാത്രമാണ് പ്രേമിച്ചിട്ടുള്ളൂ. അതെ, 2 കൊല്ലം മുമ്പ്. അല്ല, 2 കൊല്ലം മുമ്പാണ് പ്രേമിച്ചത്. അല്ലാണ്ട് വർഷങ്ങൾ നീണ്ട അങ്ങനെ അത്ര വലിയ എല്ലാരും അത്ര പ്രേമിക്കുള്ളൂ. ഞങ്ങൾ 1 കൊല്ലം പ്രേമിച്ചുള്ളൂ. എന്നാ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പരിചയം.
ഒരു റിയാലിറ്റി ഷോ ഞാൻ തന്നെ ഹോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ജഡ്ജ് ചെയ്യുന്ന തരത്തിലൊരു സെലക്ട് ചെയ്യുന്ന തരത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, രാഗതരംഗം. അത് എല്ലാ ശനിയും ഞായറും ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ശ്രീ എന്നെ വിളിക്കും, ശ്രീശാന്ത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ദേ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കും. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കോള് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ പക്ഷെ എന്താണോ അവർ വിളിക്കാൻ. അതെ, അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കോള് വിളിക്കും. ഓ സമാധാനമായി. അങ്ങനെ ആയി അതെ അതെ. നോക്കി പറഞ്ഞത് പാട്ടിലൂടെയാണോ പറഞ്ഞത്? ഫോണിൽ കൂടെ മധുചേട്ടനാ പറഞ്ഞേ? അതെങ്ങനെ ആദ്യം പറഞ്ഞു? ഞാൻ തന്നെ ആയിരിക്കുള്ളൂ, കാരണം ഞാനായിരിക്കുമല്ലോ. അത് നോക്ക്, ആരായിരിക്കും പറഞ്ഞേ? ഓക്കെ, ഉറപ്പിച്ചു പറഞ്ഞു. കല്യാണം നിശ്ചയിച്ചു, ദൈവം അനുഗ്രഹിച്ചു, നല്ലൊരു ഫാമിലി, ഈശ്വരൻ അനുഗ്രഹിച്ചു, എല്ലാ ഈശ്വരവും വരട്ടെ. ചേട്ടാ, ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാന്നറിയോ? വിഷുവിന്റെ ട്രഡീഷണൽ ആണെന്നാ പറയുന്നത്, വിഷു കട്ട എന്ന് പറയും. അപ്പം അത് 2 വേർഷൻ ചെയ്തു, ഒന്ന് മധുരം ഉള്ളതും ഒന്ന് മധുരം ഇല്ലാത്തതും. അപ്പൊ അത് നമുക്ക് കഴിക്കണം. പക്ഷെ അത് കഴിക്കാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കൂലി വേണം. ഒരു പാട്ട് പാടിയാലും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. ചേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ടാണോ? കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, കൊതിയുള്ളൊരുണ്ണീതാ ചാരേ, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. ഒന്നും പറയാനില്ല മത്സരം. സത്യം, മത്സരമൊക്കെ ഒരു പാട്ട് പാടുമല്ലേ, നമുക്ക് അവിടെ സൈലന്റ് ആ ചേച്ചി. നമ്മൾ ആ ഒരു വിഷ്വലിലേക്കും, അല്ലെങ്കിൽ മത്സരം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇങ്ങനെ ഒന്ന് പാടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കട നിറങ്ങി വരും. കൈ നിറയെ വെണ്ണ വാങ്ങാൻ സത്യം. പക്ഷെ ഉള്ളിൽ നിന്ന് പാടുമ്പോ അല്ലേ ഭഗവാൻ പോലും വിളി കേൾക്കുന്നല്ലേ. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിയ ആ സ്പെഷ്യൽ മത്സരം ഇപ്പൊ എനിക്ക് കൂലി തന്നു, ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? നമുക്ക് ഈ വിഷുവില് ഒരു സ്പെഷ്യൽ സാധനം ട്രഡീഷണൽ ആയിട്ട് കഴിച്ച് തന്നെ നമുക്ക് സദ്യയിലോട്ട് പോകാം. ഓക്കെ, ധൈര്യച്ചേട്ടാ. പൂത്താലം വലം കയ്യിലേന്തി ഒന്നുള്ളൂ. ബാക്കി പാടുവോ? അല്ല, ഏറ്റവും ഇഷ്ടം ഇല്ല വാസന്തം. ഇങ്ങനെ വഴിവഴിയായിട്ട് പറയാം. മധുചേട്ടാ എന്തായാലും പാട്ടിൽ തുടങ്ങി. എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ? വിഷു അല്ലേ, അപ്പം മധുചേട്ടന്റെ വക ഒരു പാട്ട് തന്നില്ല എന്നല്ല, എന്തായാലും സ്വാർത്ഥ ചിന്തയുണ്ടല്ലോ, സെൽഫിഷാണ്. അപ്പൊ എന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും, പിന്നെ ചേച്ചിയും ചേട്ടനും കൂടെ അവർക്കൊരു വിഷു ആശംസയും പറയണം. തീർച്ചയായിട്ടും. അപ്പൊ എന്നിട്ട് ഞാൻ വിഷു കട്ട തരാം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി, ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം, മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി, ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. എന്റെ തമ്പുരാനെ, ഞങ്ങൾ ഒന്നുകൂടെ കണ്ടു ഗുരുവായൂരപ്പനെ. ഇനി ഒരു ആശംസ. ഓക്കെ. വിഷു ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അമൃത ടിവിയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.
ഇവിടെ എന്നാ ഞാൻ ചെയ്തതെന്ന് അറിയാം മധുചേട്ടൻ, ഞാൻ 2 വേർഷനാണ്. ഒന്ന് മധുരം ഇല്ലാത്തതും ഒന്ന് മധുരം ഉള്ളതും. മധുരം ഇല്ലാത്തത് ട്രഡീഷണൽ, ഇത് എന്റെ ഒരു കുരുത്തക്കേട്. അത്രേ ഉള്ളൂ പ്രശ്നം. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കല്ലല്ലോ അങ്ങനെ വേണമെങ്കിൽ ഇതല്ലേ മധുരം ഇല്ലാത്തത്, ഇത് മധുരം ഇല്ലാത്തത് ഡയബറ്റിക് ആൾക്കാർ. അതാണ് നമ്മുടെ വീട്ടിൽ 2 ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവില്ലേ, അവർക്കും കഴിച്ചു നോക്കണ്ടേ. ഇത് പരീക്ഷണം. ഇത് കറക്റ്റ്. അതെ, അപ്പൊ ഞാൻ വിളമ്പാൻ. ഓക്കെ. മധുരം ഇല്ലാത്തത് വെറും ശർക്കര പാനിയിലേ കഴിക്കാവുള്ളൂ. ഓക്കെ. ഓക്കെ, വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഓക്കെ. മധുരം ഉള്ളത് കുറച്ച് പഴം. ഓക്കെ, അങ്ങനെ. ഇനി മധുരം കഴിച്ചു നോക്കൂ. പൊടി വെച്ചിട്ടുണ്ടല്ലോ, അത് ചുമ്മാ ഏലക്കപ്പൊടിയാ. ആദ്യം ട്രഡീഷണലിൽ തൊടാം. അതാണ് കറക്റ്റ്. നല്ലതാണോ? താങ്ക് യു. ഇനി മധുരമുള്ള വേർഷൻ. അതെ, മധുരമുള്ളത് നോക്കട്ടെ. എന്തൊക്കെയായാലും ഉപയോഗിച്ചിട്ടുള്ളത് ഇതോ വെറും ചെമ്പാ പച്ചരിയില്ലേ, നമ്മുടെ പുഴുക്കലരി, അതും തേങ്ങാപ്പാലും മാത്രമേ ഉള്ളൂ. ബാക്കി ജീരകം, ഇത് വേറെ ഒന്നും പരിപാടിയില്ല. പക്ഷെ ഒരു ട്രഡീഷണൽ സാധനം. രണ്ടും കൊള്ളാം. താങ്ക് യു. പരീക്ഷണവും വിജയിച്ചു. താങ്ക് യു ചേച്ചി. മധുചേട്ടന് ഇപ്പൊ ഊണ് കഴിക്കാനൊക്കെ ഭയങ്കര ട്രഡീഷണൽ ഫുഡാണോ ഇഷ്ടം? ഏറ്റവും മനുഷ്യന് നാടൻ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ പിന്നെയും നാടൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പണ്ടൊരിക്കല് രാജാ സാറിന്റെ ഷോയ്ക്ക് ഇറ്റലിയിൽ ഞങ്ങൾ പോയി. അപ്പോ അവിടെന്ന് വെച്ചാ ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സ്ക്ലൂസീവ്ലി ഫോറിനേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരു ഓപ്പറ ഹാളില് എല്ലാം ഫോറിനേഴ്സ് ആയിരുന്നു, അവിടത്തുകാരായിരുന്നു. അതിൽ ഒരാള് ശ്രീലങ്കക്കാരനുണ്ടായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഒരു ദിവസം ചോറും പരിപ്പുമാണ് കൊണ്ടുതന്നെ. പക്ഷെ അത് കഴിക്കണ കണ്ടിട്ടുണ്ട് അല്ലേ, അതിന്റെ ഒരു വില അപ്പോഴാ മനസ്സിലായത്. അപ്പൊ മധുചേട്ടന് വേണ്ട ഒരു ഊണ് കഴിക്കുമ്പോ മസ്റ്റായിട്ട് വേണ്ടിയ ഒരു സാധനം എന്തുവാ? അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ മോര് കറി വലിയ ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ ഒരു പ്രത്യേക രീതിയിൽ എല്ലാ സാമ്പാറും സ്പെഷ്യൽ അങ്ങനെയല്ല. ചിലപ്പോ ചില സാമ്പാർ ഇഷ്ടമല്ല, ഇത്തിരി മധുരമൊക്കെ വന്നാൽ ഇഷ്ടപ്പെടില്ല. ഓ, സദ്യയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് വർത്താനം ചോറ് പോലും വിളമ്പുന്നില്ല. നാട്ടുകാർ എന്നെ മധുചേട്ടനും ചേച്ചിക്കും തോന്നിയില്ല, പക്ഷെ നാട്ടുകാർക്ക് തോന്നുമല്ലോ. ഞാൻ വിളമ്പിട്ടെ. പക്ഷെ കഴിക്കുന്ന ഒരു സ്വാർത്ഥ ചിന്ത കൂടെ ഉണ്ട്. ഷമ്മിക്കപ്പുണ്ട് ഒരു ഭയങ്കര വിമിഷ്ട. आजा आजा मैं हूँ प्यार तेरा अल्लाह अल्लाह इनकार तेरा ओ आजा 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 എനിക്ക് വയ്യ. ഞാനെന്താന്നറിയോ കുറച്ചുകൂടെ കൂടുതൽ പാടാൻ പറയും. സോ ഹാപ്പി ചേച്ചി. താങ്ക് യു വെരി മച്ച്. എപ്പോഴും മധുചേട്ടനെ ഈ പറഞ്ഞ പോലെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ പുത്രനായിട്ടിരിക്കട്ടെ. ആ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും എപ്പോഴും എൻ്റെ പ്രേക്ഷകർ മധുചേട്ടനും ഫാമിലിയുടെയും കൂടെയും എപ്പോഴും കാണുന്നുള്ള വിശ്വാസത്തോടെ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.